നമസ്കാരം. മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിക്ക് നേരെ നടന്ന ആക്രമണം ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ ഉപയോഗിച്ച് ഇസ്രായേൽ ആസൂത്രണം ചെയ്തതാണെന്ന ഒരു ബാരിസ്റ്ററുടെ പ്രസ്താവന വിവാദമാകുന്നു. മാത്രമല്ല, ഇസ്രായേൽ ചാൾസ് രാജാവിനെയും കൊല്ലാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും അയാൾ പറയുന്നു. ലിങ്കഡിൻ പ്രൊഫൈലിൽ ബാരിസ്റ്റർ ആണെന്നും എഴുത്തുകാരനും തത്വചിന്തകനുമാണെന്നും അവകാശപ്പെടുന്ന ഷാമുദ്ദീൻ ആണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവന്നത്. സിനഗോഗിലെ ആക്രമണം നടന്ന 24 മണിക്കൂർ മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഗൂഢാലോചന സിദ്ധാന്തം ഉയർത്തിയത്. ടിക്ടോക്കിൽ 24,000 ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ 30,000 ഫോളോവേഴ്സുമുള്ള അക്കൗണ്ടുകളിലൂടെയാണ് ബ്രേക്കിംഗ് ന്യൂസായി ഇയാൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. UK-യിലും അമേരിക്കയിലും ഇസ്രായേൽ സർക്കാരിന് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സെല്ലുകളെ സജീവമാക്കുമെന്നും വീഡിയോയിൽ പറയുന്നു. 2024 സെപ്റ്റംബറിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ ഉന്നമിച്ച് ഇസ്രായേൽ നടത്തിയ പേജർ ബോംബ് ആക്രമണങ്ങളാണ് ഇതിന് ഉദാഹരണമായി അയാൾ എടുത്തുകാട്ടുന്നത്. അതിനു പുറമെ ബ്രിട്ടനിൽ ഒരു വംശീയ വിദ്വേഷവും വംശീയ കലാപവും സൃഷ്ടിക്കുന്നതിനായി ഇസ്രായേൽ ചാൾസ് രാജാവിനെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നു. കൊല ചെയ്യപ്പെടേണ്ടവരുടെ പട്ടികയിൽ രാജാവിന്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തി പകരാനായി തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും രാജാവിനെ കൊല്ലുക എന്നും ഇയാൾ പറയുന്നുണ്ട്. നേരത്തെ ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടും ഇയാൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇറക്കിയിരുന്നു. ഫലസ്തീനികളെ ഗസയിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള കാരണം തീർക്കുന്നതിനായി ഇസ്രായേലി സർക്കാർ തീവ്രവാദികൾ ആക്രമണത്തിന് അനുവദിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. മാഞ്ചസ്റ്ററിൽ സിനഗോഗിന് പുറത്ത് ആക്രമണം നടത്തിയ ഭീകരന്റെ പിതാവ് പറയുന്നത് ഇസ്രായേലിന്റെ പതനം കണ്ട് അറബിക് കാപ്പിയും നുണഞ്ഞിരിക്കുമെന്നാണ്. ഒരു കൂട്ടം സാമൂഹിക മാധ്യമ പോസ്റ്റുകളിലൂടെയാണ് ഇയാൾ ഇത് പറഞ്ഞത്. കൂട്ടത്തിൽ ഹമാസ് ഭീകരരെ വാഴ്ത്താനും ഇയാൾ മടിച്ചില്ല. 2 യഹൂദ വംശജരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം നടത്തിയ ജിഹാദ് അൽഷമി എന്ന ഭീകരന്റെ പിതാവ് ഫറാജ് അൽഷമിയാണ് ഇത്തരത്തിൽ അതിവിദ്വേഷം നിറഞ്ഞ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിറിയൻ വംശജനായ ഇയാൾ സിറിയൻ ആഭ്യന്തര കലാപം മുതൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളെത്തി നിരന്തരം ഇസ്രായേലിനെ വിമർശിക്കുന്ന വ്യക്തിയാണ്. നിരവധി യുദ്ധമുഖങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള സർജൻ കൂടിയായ ഇയാൾ 25 വർഷം മുൻപാണ് UK-യിലേക്ക് കുടിയേറിയത്. പിന്നീട് ഭാര്യയുമായി വേർപിരിഞ്ഞ ഇയാൾ മാഞ്ചസ്റ്റർ പ്രസ്റ്റിസിലെ കുടുംബ വീട്ടിൽ നിന്നും മാറി ഒരു 10 പതിറ്റാണ്ട് മുൻപാണ് ഫ്രാൻസിൽ സ്ഥിരതാമസമാക്കുന്നത്. മകന്റെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ അയാൾ മകനുമായി ബന്ധമൊന്നുമില്ല എന്നർത്ഥം വരുന്ന ഒരു പോസ്റ്റ് സാമൂഹിക മാധ്യമത്തിൽ ഇട്ടിരുന്നു. പിന്നീടാണ് ഒക്ടോബർ 7 ആക്രമണം നടത്തിയ തീവ്രവാദികളെ ഇയാൾ അഭിനന്ദിച്ചിരുന്നു എന്ന വാർത്ത പുറത്തുവന്നത്. 8 വർഷത്തിലധികം ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കില്ല എന്നും അതിന്റെ പതനം കണ്ട് തങ്ങൾ അറബിക് ചായ ഊതി കുടിക്കുമെന്നുമായിരുന്നു ഇയാൾ ഈ ആക്രമണം നടക്കുന്നതിന് 6 മാസം മുൻപ് എഴുതിയത്. അതേസമയം വോക്കിസത്തിന്റെ വികൃത മുഖം പരസ്യമാക്കിക്കൊണ്ട് ജൂതപ്പള്ളി ആക്രമണത്തിൽ മരിച്ചവരെ അവഹേളിച്ചുകൊണ്ട് ഫലസ്തീൻ അനുകൂലികൾ സെൻട്രൽ ലണ്ടനിൽ തടിച്ചുകൂടി. യഹൂദ വംശജരായ ബ്രിട്ടീഷുകാരുടെ വികാരം മാനിക്കണമെന്ന പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറുടെ അഭ്യർത്ഥന നിരാകരിച്ചുകൊണ്ടാണ് പ്രകടനക്കാർ ഒത്തുകൂടിയത്. ഡിഫെൻഡ് അവർ ജൂറീസ് എന്ന ഗ്രൂപ്പ് പ്രകടനം നിർത്തിവെക്കണമെന്ന മെട്രോപൊളിറ്റൻ പോലീസിന്റെ ആവശ്യം നിരാകരിച്ച് മുന്നോട്ട് പോയതോടെ 492 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.